മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ചില പ്രശസ്ത കലാരൂപങ്ങളും അവയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരുടെ പേരുകളുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഒരു സൈഡിൽ പ്രശസ്ത കലാരൂപങ്ങളാണ് ഉള്ളത്, അത് പറഞ്ഞുതരാം. ആദ്യത്തേത് കേരള നടനം, 2 യക്ഷഗാനം, 3 ചവിട്ടുനാടകം, 4 കൂടിയാട്ടം. നേതൃത്വം നൽകിയവർ 1 ചിന്നൻ തമ്പിപ്പിള്ള, 2 ഗുരു ഗോപിനാഥ്, 3 ഗുരുമണി മാധവ് ചാക്യാർ, 4 പാർത്തി സുബ്ബൻ ആണ്. ഇതിൻ്റെ ഓപ്ഷൻസ് വരുന്നത് 1ൻ്റെത് 2, 3ൻ്റെത് 2ൻ്റെത് 4, 3ൻ്റെത് 1, 4ൻ്റെത് 3. ഓപ്ഷൻ ബി 1ൻ്റെത് 4, 2ൻ്റെത് 1, 3ൻ്റെത് 3, 4ൻ്റെത് 2. ഓപ്ഷൻ സി 1ൻ്റെ 3, 2ൻ്റെ 2, 3ൻ്റെ 1, 4ൻ്റെ 4. ഓപ്ഷൻ ഡി 1ൻ്റെ 4, 2ൻ്റെത് 3, 3ൻ്റെത് 2, 4ൻ്റെത് 1. ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് കേരള നടനം ഗുരു ഗോപിനാഥ്, യക്ഷഗാനം പാർത്തി സുബ്ബൻ, ചവിട്ടുനാടകം ചിന്നൻ തമ്പിപ്പിള്ള, കൂടിയാട്ടം ഗുരുമണി മാധവ ചാക്യാർ. അങ്ങനെയാണ് എൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നോക്കിയാലോ. മനുഷ്യരാശിയുടെ അനശ്വര കലാരൂപം എന്ന കൂടിയാട്ടത്തെ വിശേഷിപ്പിച്ച് അന്താരാഷ്ട്ര സംഘടന ഏതാണ്? യുനെസ്കോ ആണ്. മനുഷ്യരാശിയുടെ അനശ്വര കലാരൂപം എന്ന് കൂടിയാട്ടത്തെ വിശേഷിപ്പിച്ചത് യുനെസ്കോ ആണ്. കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണങ്ങളുണ്ട്. അതാണ് മിഴാവ്, ഇടയ്ക്ക, ശംഖ്, കുറുങ്കുഴൽ, കുഴിത്താളം. ഏതൊക്കെയാണ്? മിഴാവ്, ഇടയ്ക്ക, ശംഖ്, കുറുങ്കുഴൽ, കുഴിത്താളം. ഇതൊക്കെയാണ് കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണങ്ങൾ. കഥകളിയിൽ നിന്നും ഉരുത്തിരിഞ്ഞ് കഥകളി നടനം എന്നറിയപ്പെടുന്ന കലാരൂപമാണ് കേരള നടനം. കഥകളിയിൽ നിന്നും ഉരുത്തിരിഞ്ഞ് കഥകളി നടനം എന്നറിയപ്പെടുന്ന കലാരൂപമാണ് കേരള നടനം. സംഭാഷണത്തിന് പ്രാധാന്യമുള്ളതിനാൽ സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപമാണ് യക്ഷഗാനം. സംഭാഷണത്തിന് പ്രാധാന്യമുള്ളതിനാൽ സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപമാണ് ഏതാണ്? യക്ഷഗാനം. അതെ. യൂറോപ്പിൽ പ്രചാരത്തിലുള്ള ഓപ്പറ എന്ന സംഗീത നാടകത്തിൻ്റെ കേരളീയ പകർപ്പായ കലാരൂപമാണ് ചവിട്ടുനാടകം. ഓപ്പറ എന്ന സംഗീത നാടകത്തിൻ്റെ കേരളീയ പകർപ്പാണ് ചവിട്ടുനാടകം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അടുത്ത ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യനാണ്, ലിഗ്നോസാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, സങ്കീർണമായ ഓർഗാനിക് പോളിമറുകളുടെ ഒരു വിഭാഗമാണിത്. ഓപ്ഷൻ ബി, ലോകത്തിൽ ആദ്യമായി തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണിത്. ഓപ്ഷൻ സി, ലോഹ നിർമ്മാണത്തിലെ പ്രധാന ധാതു വിഭാഗമാണിത്. ഓപ്ഷൻ ഡി, വളരെ മൃദുവായതും തവിട്ടു നിറത്തിലുള്ളതുമായ അവസാദ ശിലയാണിത്. ഇതിൻ്റെ ആൻസർ ഏതാണ്? അതെ, ഓപ്ഷൻ ബി, ലോകത്തിൽ ആദ്യമായി തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണിത്. ലിഗ്നോസൈറ്റ്. ജപ്പാനിൽ നിന്നുള്ള ഒരു മാഗ്നോളിയ മരമായ ഹോനോക്കിയുടെ തടി കൊണ്ടാണ് ലിഗ്നോസാറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ലിഗ്നോസാറ്റ് ഉപഗ്രഹം വിക്ഷേപിക്കപ്പെട്ട തീയതിയാണ് നവംബർ 5, 2024. ലിഗ്നോസാറ്റ് ഉപഗ്രഹം വിക്ഷേപിച്ചതെന്നാണ് 2024 നവംബർ 5-ന്. ലിഗ്നോസാറ്റിൻ്റെ വിക്ഷേപണത്തിനായി ഉപയോഗിച്ച റോക്കറ്റിൻ്റെ പേരാണ് സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9. ലിഗ്നോസാറ്റിൻ്റെ വിക്ഷേപണത്തിനായി ഉപയോഗിച്ച റോക്കറ്റാണ് സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9. ജപ്പാനിലെ ക്യോട്ടോ സർവകലാശാലയും സുമിറ്റോമോ ഫോറസ്ട്രി എന്ന കമ്പനിയുമാണ് ലിഗ്നോസാറ്റിൻ്റെ നിർമ്മാണത്തിന് പിന്നിൽ. ജപ്പാനിലെ ക്യോട്ടോ സർവകലാശാലയും സുമിറ്റോമോ ഫോറസ്ട്രി എന്ന കമ്പനിയുമാണ് ലിഗ്നോസാറ്റിൻ്റെ നിർമ്മാണത്തിന് പിന്നിൽ. ബഹിരാകാശത്തിൻ്റെ ദുർഘട സാഹചര്യങ്ങളെ തടി എങ്ങനെ അതിജീവിക്കുമെന്നതാണ് പ്രധാന ഗവേഷണ ലക്ഷ്യം. ഇതിൻ്റെ പ്രധാന ഗവേഷണ ലക്ഷ്യം എന്തായിരുന്നു? ബഹിരാകാശത്തിൻ്റെ ദുർഘട സാഹചര്യങ്ങളെ തടി എങ്ങനെ അതിജീവിക്കുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 5ാമത്തെ ക്വസ്റ്റ്യനാണ്, ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ്? എ, വ്യോമാതിർത്തി, ജലാതിർത്തി. ബി, മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിൻ്റെ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ. സി, ഇന്ത്യക്കകത്തുള്ള മറ്റു രാജ്യങ്ങളുടെ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ. ഓപ്ഷൻ ഡി, കസ്റ്റംസ് നിയന്ത്രണത്തിന് കീഴിലുള്ള ഓഫ് ഷോർ സംരംഭങ്ങൾ നടത്തുന്ന ഫ്രീ സോണുകൾ. ഇതെല്ലാവർക്കും വായിച്ചത് മനസ്സിലാവില്ലേ? അതെ, ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ. ഇന്ത്യക്കകത്തുള്ള മറ്റ് രാജ്യങ്ങളുടെ എംബസികളും ഹൈക്കമ്മീഷനുകളുമാണ്. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന മറ്റ് രാജ്യങ്ങളുടെ സൈനിക താവളങ്ങൾ രാജ്യത്തിന് പുറത്തുള്ള ഇന്ത്യൻ നിവാസികളുടെ ഉടമസ്ഥയിലുള്ള ഏതെങ്കിലും സ്വത്തുക്കളോ കമ്പനികളോ ഇന്ത്യയുടെ സാമ്പത്തിക പ്രദേശത്തിൻ്റെ ഭാഗമായി കണക്കാക്കപ്പെടുന്നില്ല. അങ്ങനെയാണല്ലോ അല്ലേ?
ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന മറ്റ് രാജ്യങ്ങളുടെ സൈനിക താവളങ്ങൾ രാജ്യത്തിന് പുറത്തുള്ള ഇന്ത്യൻ നിവാസികളുടെ ഉടമസ്ഥതയിലുള്ള ഏതെങ്കിലും സ്വത്തുക്കളോ കമ്പനികളോ ഇന്ത്യയുടെ സാമ്പത്തിക പ്രദേശത്തിൻ്റെ ഭാഗമായി കണക്കാക്കപ്പെടുന്നില്ല. ഇന്ത്യയുടെ രാഷ്ട്രീയ അതിർത്തികൾക്ക് പുറത്തുള്ളതും ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള ഭരണ നിയന്ത്രണത്തിന് കീഴിലുള്ളതുമായ ഒന്നും ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇന്ത്യയുടെ രാഷ്ട്രീയ അതിർത്തികൾക്ക് പുറത്തുള്ളതും ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള ഭരണ നിയന്ത്രണത്തിന് കീഴിലല്ലാത്തതുമായ ഒന്നും ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻസും അതുമായിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സും ഒരുപാട് പ്രാവശ്യം കേട്ടാൽ മതി. എന്നാൽ നമുക്കതൊരു ഫെമിലിയർ ആയിട്ട് തോന്നും നമുക്ക്. അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം കേൾക്കുമ്പോൾ നമുക്ക് ഇതൊന്നും അയ്യോ ഇത് കേൾക്കാത്തതാണല്ലോ, ഇതൊന്നും എനിക്ക് മനസ്സിലാവില്ലല്ലോ എന്ന് തോന്നും. പക്ഷെ ഒരുപാട് പ്രാവശ്യം അത് കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് തലയിലത് നമ്മളറിയാത്ത തലയിൽ അത് ഫിക്സ് ആയിക്കോളും. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പം ബാക്കി 5 ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ ഇതൊക്കെ വേഗം പഠിക്കണം. ഓക്കെ, അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ.